കുപ്രസിദ്ധ മോഷണ സംഘമായ കുറുവ സംഘത്തിലെ ഒരാൾ പിടിയിൽ. തിരുവനന്തപുരം കാട്ടാക്കട ഭാഗത്ത് വീടുകൾ മോഷണത്തിനായി നിരീക്ഷിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇയാളെ പിടിക്കാൻ പോലീസിനെ സഹായിച്ചത്. സംശയം തോന്നിയ നാട്ടുകാർ ദൃശ്യങ്ങൾ പോലീസിന് കൈമാറുകയും തുടർന്ന് അതിസാഹസികമായി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മണിയാ, എന്തുവാടേ ഇത്? നീ എന്നു മുതൽ മോഷണം തുടങ്ങിയത്? ഒന്നും പറയണ്ടേ, നാട്ടിൽ പണി കുറവായപ്പോൾ ബിസിനസ്സിലോട്ട് തിരിഞ്ഞതാ. എന്ത് ബിസിനസ്? ചക്ക ബിസിനസ്. ചക്ക അടത്ത് വറ്റലുണ്ടാക്കി ബേക്കറി തോറും കൊണ്ട് കച്ചവടം നടത്താൻ പറഞ്ഞ് തുടങ്ങിയ ബിസിനസ്. എന്നിട്ടാ എനിക്ക് മരത്തിക്കാരെ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ ആ സാബുവിനെ കൂടെ വിളിച്ച് സമയപ്പോൾ വന്നില്ല. ഞാൻ പിന്നെ രാവിലെ തിരുവനന്തപുരത്തെത്തി. പഴവങ്കാടി ഗണപതി കോവിലിൽ തേങ്ങ അടിച്ച് നേരെ കാട്ടാക്കടയ്ക്ക് വച്ച് പിടിച്ച്. മരത്തിക്കാരെ അറിഞ്ഞുകൂടെന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്നില്ല. ലാവുള്ള വീടുകളെല്ലാം ഞാൻ കയറി ഇറങ്ങി. സാബു വരുമ്പോൾ ചക്ക അടക്കാമല്ലോ എന്ന് വിചാരിച്ചു. കറങ്ങി തിരിഞ്ഞ് രാത്രി 11-12 മണിയായപ്പം വീട്ടിലെത്തി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ പല്ല് വയ്ക്കാൻ വേണ്ടി ഉമ്മക്കിരി എടുത്തുകൊണ്ട് വെളിയിൽ ഇറങ്ങിയത്. നോക്കിയപ്പോൾ 10-20 പോലീസുകാർ വീടിന് ചുറ്റും. നീ കുറുവല്ലേടാന്ന് ചോദിച്ചോണ്ടായിരുന്നു ആദ്യത്തെ അടി. അപ്പോഴത്തേക്ക് എൻ്റെ കയ്യിരുന്ന ഉമ്മക്കിരി തെറിച്ച് തൊട്ടടുത്ത് നിന്ന പോലീസുകാരുടെ കണ്ണി വീഴുന്നു. കണ്ണി പൊടിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നോടാ റാസ്കൽ എന്ന് പറഞ്ഞായിരുന്നു. രണ്ടാമത്തെ അടി എൻ്റെ വയറ്റിൽ. അതോടെ എൻ്റെ ബോധം പോയിടെ. സൂപ്പർ. സ്റ്റേഷനിൽ കൊണ്ടുപോയി പുറയിലെ കെട്ടടിച്ച് കയ്യൊന്ന് ഉടഞ്ഞപ്പോൾ തൊട്ടടുത്തുന്ന പോലീസുകാരൻ്റെ കണ്ണി കുത്തി എന്ന് പറഞ്ഞു അവന്മാരുടെ പൊതിരെ തല്ലിയുടെ. ബ്യൂട്ടിഫുൾ. സംഘത്തിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനും സാബു മാത്രമേ ഉള്ളൂ. അപ്പം അടുത്ത് പറഞ്ഞു പച്ച എവറാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറിനെന്തിന് പച്ച? സാബുവിനോട്ട് 3-4 പഴുത്തത് കൊണ്ടുവരാം. അപ്പോഴും കിട്ടിയാടി. എങ്ങനെ ഇരിക്കും? പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പച്ച എന്താണ്. കുറുവ സംഘത്തിലുള്ള വന്നാൽ ഈ നെഞ്ചിൻ്റെ ഏതോ ഭാഗത്ത് പച്ച കുത്തിക്ക് വരുന്നത്. അതാണ് പോലീസുകാർ ചോദിച്ചത് പച്ച എവിടെ. മണിയുണ്ടാ? കാര്യങ്ങളൊക്കെ അറിഞ്ഞു. വന്ന വഴിക്ക് പഴങ്ങളൊന്നും കിട്ടിയില്ല. ഇതാ കുറച്ച് ചക്ക പറ്റല്. ചക്ക എന്താ ഇപ്പൊ അടിയും കിട്ടി കിടക്കണേ? എനിക്കാണ് അവൻ ചക്ക പറ്റൽ കൊണ്ട് നിൽക്കുന്നത്. എനിക്കെന്തായാലും കിട്ടേണ്ട കിട്ടി. ഇതോടുകൂടി കുറുവ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം.